അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മളൊക്കെ നിസ്കരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ നിസ്കാരത്തിൻ്റെ ഷർത്തുകളും ഫർളുകളും ചെയ്യുന്നതോടൊപ്പം സുന്നത്തുകൾ കൂടെ കൊണ്ടുവരുമ്പോഴാണ് നിസ്കാരത്തിൻ്റെ പൂർണ്ണത ലഭിക്കുന്നത്. നിസ്കാരത്തിൻ്റെ തുടക്കത്തിലുള്ള കൈ ഉയർത്തുന്നതും കൈവെക്കുന്നതുമായ ചില ചർച്ചകളാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഇന്ന് വിശദീകരിക്കാൻ പോകുന്ന വിഷയം അതാണ്. നിസ്കാരത്തിൽ നിന്നാൽ പല ആളുകളും പല രൂപത്തിൽ കൈ ഉയർത്തുന്നവരെ കാണാം. ചില ആളുകൾ സുബ്ഹാനല്ലാഹ് വല്ലാതെ കൊണ്ട് എടുങ്ങാറായിട്ട് കൈ വല്ലാതെ ഉയർത്തുന്ന ആളുകളും ഉണ്ട്. ചില ആളുകൾ തീരെ ഉയർത്താതെ കൈ വലിയ കനമുള്ള ഒരു വസ്തു വെക്കുന്ന മാതിരി വെക്കുന്ന ആളുകളും കാണാം. എന്നാൽ യഥാർത്ഥത്തിൽ വേണ്ടത് എങ്ങനെയാണ്? ഷാഫി മാലിക് മദ്ഹബ് അനുസരിച്ച് വേണ്ടത് അവൻ്റെ കൈ ചുമലിനെ അല്പം കൂടി പൊങ്ങി ചെവിയുടെ നേരെയാകുന്ന രൂപത്തിൽ പൊക്കിയാൽ മതി എന്നാണ്. ഹനഫി മദ്ഹബിൽ അല്പം കൂടെ പൊക്കണം, ചെവിയുടെ നേരെ എങ്ങനെ ഉയർത്താമെന്ന് ഹനഫി മദ്ഹബ് പറയുന്നത്. ഷാഫി മദ്ഹബിൽ വേണ്ട ഈ രണ്ട് തള്ളവിരലും ചെവിക്കുട്ടിയുടെ നേരെ ആകുന്ന രൂപത്തിൽ ഇങ്ങനെ ഉയർത്തിയാൽ മതി എന്ന അഭിപ്രായമാണ്. എന്നാൽ ഹംബലി ഇമാമിനും രണ്ടഭിപ്രായവും കുറെ ഉയർത്തണമെന്നും അതല്ല ഷാഫി ഇമാമൊക്കെ ചെയ്യുന്ന മാതിരി പറഞ്ഞ ആ രൂപത്തിൽ ഉയർത്തണമെന്നും അഭിപ്രായമുണ്ട്. ഏതായിരുന്നാലും നമ്മൾ ഷാഫി മദ്ഹബുകാരായതുകൊണ്ട് ഷാഫി മദ്ഹബ് അനുസരിച്ച് ചെയ്യേണ്ട രൂപങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. കൈ ഉയർത്തുന്ന സമയത്ത് നേരെ കൈയിൻ്റെ ഉള്ളം കൈ കിബിലക്ക് നേരെ വരുന്ന രൂപത്തിൽ ഉള്ളം കൈകൾ മുഴുവൻ കിബിലക്ക് നേരെ അയക്കണം. ഈ വിരലുകൾ വല്ലാതെ അകറ്റി വെക്കാതെ അടുപ്പിച്ച് വെച്ചുകൊണ്ട്, ഓവറായി അടുപ്പിക്കണം, ഒരു മിതമായ രൂപത്തിൽ അടുപ്പിച്ച് വെച്ചുകൊണ്ട് കിബിലക്ക് നേരെ രണ്ട് കൈയും ഇങ്ങനെ ഉയർത്തുകയാണ് വേണ്ടത്. ഈ രൂപത്തിൽ ഉയർത്താൻ വേണ്ടി നമ്മളൊക്കെ ശ്രമിക്കണം. ചില ആളുകൾ ഇങ്ങനെ ഉയർത്തുന്നത് കാണാം, ചില ആളുകൾ വല്ലാതെ ഉയർത്തുന്നത് കാണാം, ചില ആളുകൾ കൈ വിരലുകളൊക്കെ ഇങ്ങനെ വിടർത്തി വെച്ച് ഉയർത്തുന്നത് കാണാം. ഇങ്ങനൊന്നും ഉണ്ടാവരുത്. കൈ ഉയർത്തുന്ന സമയത്ത് ശരിക്കും ഉയർത്തേണ്ട രൂപത്തിൽ താഴ്ന്നെടുത്ത് നേരെ ചെവി വരെയുള്ള ഈ ഭാഗത്ത് ഇങ്ങനെ ഉയർത്തി കിബിലക്ക് നേരെ ഈ ഉള്ള കൈകൾ വെച്ചുകൊണ്ട് ആണ് ഉയർത്തേണ്ടത്. ഉയർത്തുന്ന സമയത്ത് ചെയ്യേണ്ട ഒരു വിഷയം നിയ്യത്ത് മനസ്സിലുണ്ടാവുക എന്നതാണ്. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ തന്നെ കരുതുക എന്നാണ്. നിസ്കാരം ഇപ്പോൾ ളുഹൂർ നിസ്കാരമാണ് നിസ്കരിക്കുന്നതെങ്കിൽ ളുഹൂർ എന്ന ഫർദ് ഞാൻ നിസ്കരിക്കുന്നു, ഇതാണ് ഫർദായ നിയ്യത്ത്. ളുഹൂർ എന്ന ഫർദ് ഞാൻ നിസ്കരിക്കുന്നു, 3 വിഷയം മതി. ഞാൻ നിസ്കരിക്കുന്നു എന്നും ഇന്ന നിസ്കാരമാണെന്നും ഫർദെങ്കിൽ ഫർദെന്നും. ഇപ്പോൾ ളുഹൂർ എന്ന ഫർദ് ഞാൻ നിസ്കരിക്കും, ഉസല്ലി ഫർദ് ളുഹൂരി. ഈ ഒരു നിയ്യത്ത് ആദ്യം നാവോട് പറയൽ സുന്നത്താണ്. ആദ്യം നാവോട് പറയാം, വേണമെങ്കിൽ അതിന് സുന്നത്ത് അടക്കം പറയാം. ളുഹൂർ എന്ന ഫർദ് നിസ്കാരം 4 റക്അത്ത് ഇമാമോട് കൂടി, ഇമാം കൂടെ ഉണ്ടെങ്കിൽ ഇമാമോട് കൂടി അതാ ആയി ഖിബലക്ക് മുന്നിട്ട് അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്നൊക്കെ പറയാം. അത് സുന്നത്തടക്കമുള്ള മുഴുവൻ നിയ്യത്ത് നമുക്ക് പറയാം. ഇതെല്ലാം കൂടി മനസ്സിൽ ഉൾക്കൊണ്ട് വരാൻ പ്രയാസം. പക്ഷെ എപ്പോൾ വരണം എന്ന് ചോദിച്ചാൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈ ഉയർത്തുന്ന അലിഫിൻ്റെയും റാഇൻ്റെയും ഇടക്ക് ഈ നിയ്യത്തിൽ നിന്ന് അല്പമെങ്കിലും വരണം. പൂർണ്ണമായി അലിഫിൻ്റെയും റാഇൻ്റെയും ഇടയ്ക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുക എന്നതാണ് ഏറ്റവും നല്ല രൂപം. ഇനി എല്ലാവർക്കും അങ്ങനെ വരാൻ കഴിഞ്ഞോളൊന്നുമില്ല. അലിഫിൻ്റെയും റാഇൻ്റെ ഇടയ്ക്ക് നിയ്യത്ത് വരുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ വരും, വസ്വാസുകൾ വന്ന് പ്രയാസം ഉണ്ടാവും. അപ്പം അതില്ലാതിരിക്കാൻ വേണ്ടി അലിഫിൻ്റെയും റാഇൻ്റെയും ഇടക്ക്, അതായത് അല്ലാഹു അക്ബർ എന്നുള്ള അലിഫിൻ്റെയും റാഇൻ്റെയും ഇടക്ക് ആ നിയ്യത്ത് മനസ്സിൽ അല്പമെങ്കിലും വരണം, അല്ലെങ്കിൽ ശരിയല്ല എന്നാണ്. അപ്പം കുറച്ചെങ്കിലും അതിൻ്റെ ഇടക്ക് നമ്മുടെ മനസ്സിലേക്ക് വരണമെങ്കിൽ ആദ്യം നാവ് കൊണ്ട് ഒന്ന് ഉച്ചരിക്കണം. ളുഹൂർ എന്ന ഫർദ് ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് നേരെ ഖിബലക്ക് തിരിഞ്ഞു നിന്ന് ളുഹൂർ എന്ന ഫർദ് നിസ്കരിക്കുന്നു എന്ന നിയ്യത്ത് നാവ് കൊണ്ട് ഉച്ചരിച്ച് സുജൂദിന്റെ സ്ഥാനത്തേക്ക് തന്നെ നോക്കി മനസ്സ് ഏകീകരിച്ചുകൊണ്ട് നാം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് അലിഫ് മുതൽ റാ വരെ ആകുമ്പോഴേക്ക് കൈ അങ്ങ് ഉയരണം. അല്ലാഹു അക്ബർ കൈ ഇവിടെ ഉയർന്നു കിട്ടിയാൽ മതി. ഈ ഉയർന്നാകുമ്പോഴേക്ക് അല്ലാഹു അക്ബർ തീരുകയും ആ സമയത്തിനുള്ളിൽ മനസ്സിൽ ഞാൻ നിസ്കരിക്കുന്ന നിസ്കാരം ഇതാണ് എന്ന് മനസ്സിൽ ഉറപ്പിക്കുകയും വേണം. മനസ്സിലത് കരുത്തുവേണം. അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുന്നതോട് കൂടെ കൈ ഉയർത്തുകയും എന്നിട്ട് അതിനുള്ളിൽ ഏതെങ്കിലും സമയത്തിനുള്ളിലെങ്കിലും നിയ്യത്ത് മനസ്സിൽ വരികയും ചെയ്യുന്ന ഒരു രീതി നമ്മൾ കറക്റ്റായി കൊണ്ടുനടക്കണം. അല്ലാതെ പല രൂപത്തിലും ചെയ്യുന്ന ആളുകളുണ്ട്. എന്നാൽ ഏറ്റവും നല്ല രൂപവും ചെയ്യേണ്ട രൂപങ്ങളുമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ നമ്മൾ നിസ്കരിക്കാൻ തുടക്കം ഉണ്ടാകുക. അല്ലാഹു അക്ബർ എന്ന് തന്നെയാണ് പറയുന്നത്. അവിടെ അല്ലാഹു എന്നുള്ളത് അക്ബർ എന്നുള്ളത് നീട്ടാനും പാടില്ല, അല്ലാഹു അക്ബർ എന്നായി പോകാൻ പാടില്ല. അല്ലാഹു അക്ബർ എന്നുള്ള ഈ രണ്ട് കലിമത്തിൽ ഒരൽഫ് പോലും വിട്ടുപോകാതെ അലിഫ് മുതൽ റാ വരെ
എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള തക്ബീർ ആവുകയുമാണ്. അല്ലാഹു അക്ബർ. ഈ അല്ലാഹു അക്ബർ എന്നതിൻ്റെ ഇടക്ക് നിയ്യത്ത് വരണമെന്നാണ്, നിയ്യത്തിൽ അല്പമെങ്കിലും വരണമെന്നാണ്. സാധാരണക്കാരായ ആളുകൾക്ക് വസ്വാസ് ഉണ്ടാകുമെങ്കിൽ അല്പമെങ്കിലും നിയ്യത്ത് അതിനുള്ളിൽ വരണമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ ആകത്തുക. അങ്ങനെ നിയ്യത്ത് വന്നു, തക്ബീർ ചൊല്ലി കൈ ഉയർത്തി, അല്ലാഹു അക്ബർ ഉയർത്തി ഈ കൈ ഇവിടെ എത്തുമ്പോഴേക്ക് തക്ബീർ അവസാനിച്ചിട്ടുണ്ടാവും. എന്നിട്ട് സാവധാനത്തിൽ കൈ അങ്ങോട്ട് താഴ്ത്തി കെട്ടിക്കൊടുത്താൽ മതിയും. ആ കെട്ടുന്ന സമയത്ത് രണ്ട് രൂപമുണ്ട്. കൈ കെട്ടുമ്പോൾ നെഞ്ചിന്റെ താഴെയാണ് കെട്ടത്. ഷാഫി മദ്ഹബ് അനുസരിച്ച് നെഞ്ചിന്റെ താഴെ കെട്ടണം, പൊക്കിളിന്റെ മുകൾ ഭാഗത്തായിട്ട്. ഹനഫി മദ്ഹബിൽ പൊക്കിളിന്റെ താഴെ കെട്ടിയാൽ മതി എന്നാണ്. അതെന്തോ ആട്ടെ, മറ്റു മദ്ഹബിലേക്ക് നമ്മൾ പോകേണ്ടതില്ലല്ലോ. ഷാഫി മദ്ഹബ് അനുസരിച്ച് നെഞ്ചിന്റെ താഴെയും പൊക്കിളിന്റെ മുകളിലുമായി നമ്മുടെ കൈ വരണം. ആ കൈ വെക്കേണ്ടത് വലത് കൈ ഇടത് കൈയിന്റെ മണിബന്ധത്തിൽ പിടിക്കുന്ന രൂപത്തിലാവണം. മണിബന്ധത്തിൽ പിടിക്കുക എന്ന് പറയുമ്പോൾ രണ്ട് വിരൽ കൊണ്ട് പിടിക്കുക. ഏത് രണ്ട് വിരലും? ഒന്നുകിൽ തള്ളവിരലും ചെറുവിരലും കൊണ്ട് മണിബന്ധത്തിൽ പിടിച്ചുകൊണ്ട് ബാക്കിയുള്ള രണ്ട് മൂന്ന് വിരലും കൈത്തണ്ടിലൂടെ നേരെ വരുന്ന രൂപത്തിൽ, ഒന്നുകിൽ അങ്ങനെ. ഇനി മറ്റൊരു രൂപം കാണാം, തള്ളവിരലും ചൂണ്ടുവിരലും കൊണ്ട് പിടിച്ച് ബാക്കിയുള്ള മൂന്ന് വിരലും താത്തിയിടുന്ന രൂപവും. ഇങ്ങനെ രണ്ട് രൂപങ്ങൾ പറ്റും. രണ്ട് രൂപങ്ങളിലും കൈ പിടിക്കാം. അതല്ലാതെ ചില ആളുകൾ കൈത്തണ്ടയിൽ പിടിക്കുന്നത് കാണാം, ചില ആളുകൾ വല്ലാതെ ഇടങ്ങേറെ പല ഭാഗത്തേക്ക് പിടിക്കുന്നത് കാണാം. ഇങ്ങനൊന്നും വേണ്ട. സുന്നത്താ രൂപം ഇങ്ങനെയാണ്. അവന്റെ മണിബന്ധം ആയ ഈ ഭാഗമാണല്ലോ മണിബന്ധം എന്ന് പറയുന്നത്. ഈ ഭാഗത്തിൽ ഈ രണ്ട് വിരലുകൾ ഇങ്ങനെ ഒന്നിച്ച് ഇങ്ങനെ താത്തിയിടുക. അതല്ലെങ്കിൽ ഈ രണ്ട് വിരലുകളുടെ പിടിച്ച് മൂന്ന് വിരൽ നേർക്കാവുന്ന ഈ രൂപം. ഈ രണ്ടിലേതെങ്കിലും രൂപങ്ങളാണ് ഏറ്റവും നല്ലത്. തള്ളവിരലും ചെറുവിരലും കൊണ്ടും പിടിച്ച് ബാക്കിയുള്ള തള്ളകൈയിലേക്ക് കൊടുത്തിരുന്ന രൂപമാണ് നല്ലത്. അങ്ങനെ നമ്മൾ കൈ പിടിച്ചുകൊണ്ട് തക്ബീറത്ത് ഇഹ്റാം ചൊല്ലിക്കഴിഞ്ഞ് കൈ വെക്കുകയാണ് വേണ്ടത്. അപ്പൊ അല്ലാഹു അക്ബർ എന്ന് ഉയർത്തിയ കൈ നേരെ നെഞ്ചിന്റെ താഴെ വെക്കുന്ന സമയത്ത് ഈ രൂപത്തിൽ വെക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ടാണ് ബാക്കി കാര്യങ്ങളെ നോക്കേണ്ടത്. അപ്പൊ കൈ കെട്ടിപ്പ് കഴിഞ്ഞു. ഇനി തക്ബീറത്തുൽ ഇഹ്റാമിൽ കൈ ഉയർത്തി അതേ പ്രകാരം തന്നെ നിസ്കാരത്തിൽ മറ്റു 3 സ്ഥലങ്ങളിൽ കൂടി കൈ ഉയർത്തേണ്ടതുണ്ട്. ഒന്ന് റുക്കുവിലേക്ക് പോകുന്ന സമയത്ത് കൈ ഇങ്ങനെ ഉയർത്തി അതിനുശേഷം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് റുക്കുവിലേക്ക് പോവുകയാണ് വേണ്ടത്. ഇനി റുക്കുവിൽ നിന്ന് സമീഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞ് ഉയരുന്ന സമയത്തും കൈ ഇതേ പ്രകാരം തന്നെ ഉയർത്തി താഴ്ത്തേണ്ടതാണ്. മറ്റൊന്ന് ഉള്ളത്, അപ്പൊ 2 രൂപം ഇതാണ്. ഇനി മൂന്നാമത്തെ രൂപമുള്ളത് 2 റക്അത്ത് നിസ്കരിച്ചു കഴിഞ്ഞ് മൂന്നാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുന്ന സമയത്ത്, 2 റക്അത്ത് കഴിഞ്ഞ് ഒന്നാമത്തെ തഹിയ്യാത്ത് കഴിഞ്ഞ് നമ്മൾ മൂന്നാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുന്ന സമയത്ത് അല്ലാഹു അക്ബർ എന്ന് കൈ ഉയർത്തിയിട്ടാണ് കൈ കെട്ടേണ്ടത്. ഇങ്ങനെ 3 സ്ഥലങ്ങളിൽ കൂടി ഈ രൂപത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുകയും ഈ തക്ബീർ ചൊല്ലുകയും ആ തക്ബീർ ചൊല്ലുന്നതോടുകൂടെ അല്ലാഹു അക്ബർ എന്നുള്ള തക്ബീർ ചൊല്ലുന്നതോടുകൂടെ കൈ ഉയർത്തുകയും ചെയ്യേണ്ടതാണ്. അതും കൂടെ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കുക. നമുക്ക് അത് താഴെയുള്ള ഭാഗങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഇതേപോലെ റുക്കൂഇലും ഇഅ്തിദാലും സുജൂദിലും ഒക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ മനസ്സിലാക്കി നല്ല രൂപത്തിൽ നിസ്കാരത്തിന്റെ കർമ്മങ്ങളൊക്കെ ചെയ്ത് നല്ല സന്തോഷത്തോടു കൂടി അല്ലാഹുവിന് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നിസ്കരിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക. കൈ കെട്ടുന്ന വിഷയത്തിൽ നെഞ്ചിന്റെ മുകൾ ഭാഗത്താണ് എന്ന് ചില ആളുകൾ പറയാറുണ്ട്. അതൊന്നും ശരിയല്ല. പലേ രൂപത്തിൽ കെട്ടുന്ന ആളുകളുണ്ട്. ഷാഫി മദ്ഹബ് അനുസരിച്ച് റസൂലുള്ളാഹി തങ്ങൾ ചെയ്ത ആ രൂപം ഇങ്ങനെയാണ്. നെഞ്ചിന്റെ താഴ്ഭാഗത്തും പൊക്കിളിന്റെ മേൽഭാഗത്തുമായി കൈവെക്കുക എന്നുള്ളതാണ്. അല്ലാത്തതിന് എവിടെയും നമുക്ക് ഹദീസുകളൊന്നും വലിയ സഹിയ ഹദീസുകൾ കൊണ്ടുവരാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രൂപത്തിൽ നമ്മളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ.